ഹെൽമെറ്റിൽ കൊണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാണ്, തലയിലും രക്ഷപ്പെട്ടാണ്. അതുപോലെ ഇടിയടിച്ചു വണ്ടിയെ ബസ്സിൽ മാംസ കഷ്ണങ്ങൾ ഇരിക്കുക. ബസ്സിൽ ഓടി തുടങ്ങുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് ഹെൽമെറ്റ് പോലും ഇല്ലാതെ ഒന്ന് കയറുക. രാത്രി സമയം 11:30. പ്രതിയായി വീണ്ടും MC റോഡ്. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ് കൊട്ടാരക്കര ടൗൺ വിട്ട് കഷ്ടിച്ച് 400 മീറ്റർ മാത്രമേ കടന്നിരുന്നുള്ളൂ. എതിർദിശയിലെത്തിയ സ്കൂട്ടർ യാത്രക്കാരൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ്സിലേക്ക് എത്തുന്നു. ഡ്രൈവർ സമീപത്തെ ബാറ്ററി ഷോപ്പിലേക്ക് ബസ് വെട്ടിച്ചു മാറ്റിയെങ്കിലും അതിനു മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. വണ്ടി അങ്ങോട്ട് തന്നെ ഒരുപാട് പിടിച്ച് ഓടി തുടങ്ങുന്നേ ഉള്ളൂ. യാത്രക്കാർ പോലും ഒന്ന് വീഡിയോ എടുക്കുക പോലും ചെയ്യും. ഫോഴ്സിൽ തന്നെ വന്നിങ്ങോട്ട് ഇടിച്ച് കയറുക. സ്കൂട്ടർ യാത്രികൻ ബസ്സിലിടിച്ച് റോഡിൽ വീണത് തലയുൾപ്പെടെ തകർന്നാണ്. 3 മിനിറ്റോളം റോഡിൽ കിടന്ന യുവാവിനെ സമീപത്ത് വാഹന പരിശോധനയുണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ അതിനകം ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് സ്ഥലത്ത് ആദ്യം ഓടിയെത്തിയ ഹോട്ടൽ ജീവനക്കാരൻ പറയുന്നത്. ഓടി വന്നു, വെഹിക്കിൾമാരന്നേരം ഓടി വന്നു. നമ്മൾ ഇവിടെ കടയിൽ നിന്ന് ഇറങ്ങിയ സ്റ്റാഫും നമ്മളെല്ലാവരും വന്ന് അന്നേരം തന്നെ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. സൗണ്ട് കേട്ടാണ്. ഞാനൊരു കാലെ പിടിച്ചപ്പോൾ കാല് തന്നെ ഒടിഞ്ഞ് വട്ടം കറങ്ങിപ്പോയായിരുന്നു. തല പൊട്ടിയിട്ട് ആളന്നേരം എന്നെ സ്പോട്ടിൽ തന്നെ തീർന്ന് കിടക്കുമായിരുന്നു. ആരും ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ആരും ഇറങ്ങിയിട്ടില്ല. ഇല്ല, ഞാൻ മാത്രം വണ്ടി മാറ്റി. ഒരു സ്ത്രീ മാത്രമേ ഇറങ്ങി വന്ന് കരഞ്ഞേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും ഇറങ്ങിയില്ല. ആരും അടുത്തില്ല. ഫയർഫോഴ്സ് അന്നേരം വന്നു. അവരന്നേരം വണ്ടിയെ കയറ്റി. വണ്ടിയുടെ ഡോർ തന്നെ തുറന്നു കൊടുക്കാൻ ആരുമില്ല. അനക്കില്ല, പോയായിരുന്നു. സ്പോട്ടിൽ തന്നെ പോയി. തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടി ചീറിപ്പോയായിരുന്നു. പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കുമായിരുന്നു. തൃക്കണ്ണമംഗൽ സ്വദേശിയായ ഗിരീഷ് ആ സമയത്ത് എന്തിന് അതുവഴി വന്നുവെന്ന് ആർക്കും അറിയില്ല. മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ യുവാവ് പതുക്കെ മാത്രം വാഹനം ഓടിക്കുന്ന സ്വഭാവമാണെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അശ്രദ്ധയും അമിത വേഗതയും പിഴവുകളും മൂലം MC റോഡിൽ പിടഞ്ഞു വീഴുന്നവരുടെ എണ്ണത്തിൽ ഗിരീഷും ചേർക്കപ്പെട്ടു. അപ്പോഴും കണ്ടുനിന്നവരും ബസ്സിലെ യാത്രക്കാരും പറയുന്നു, ഹെൽമറ്റെങ്കിലും ധരിച്ചിരുന്നെങ്കിൽ വളരെ വലിയൊരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന്. ഇത് MC റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.